കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അപ്പൊ ഇന്നത്തെ വിശേഷത്തിന്റെ ബാക്കി ഞാൻ നാളത്തെ വിശേഷം ഉച്ചയ്ക്ക് ഒരു 1:30-2 മണിക്കുള്ളിൽ തന്നെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പൊ മറക്കാതെ എല്ലാവരും കയറിയത് കാണണം കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കാണുന്നേ സുധീനെ വെല്ലുവിളിച്ചോണ്ട് സച്ചി അവിടെ നിന്ന് താലി അങ്ങോട്ട് കയ്യിലെടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, താലി കെട്ടണം നീ, എങ്ങനെ താലി കെട്ടുമെന്ന് എനിക്കൊന്ന് കാണാമല്ലോ. താലിയില്ല, നീ ശ്രുതിയുടെ കഴുത്തില് എങ്ങനെ താലി കിട്ടുന്നതെന്ന് ചോദിക്കോ. ഒരു നിമിഷം ചന്ദ്രമതി ശ്രുതി എല്ലാവരും ഞെട്ടിപ്പോവാണ്. പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു, എടാ സച്ചി, നീ കളിക്കാതെ താലി ഇങ്ങോട്ട് വരാൻ പറയണം. ഓഹോ, താലി വേണമല്ലേ, അന്നെങ്കിൽ ഒരു കാര്യം ചെയ്യേ, ആദ്യം നിങ്ങൾ രേവതിയോട് മാപ്പ് പറ. രേവതിയോട് അങ്ങനത്തെ പരിപാടികളൊക്കെ അല്ലേ നിങ്ങൾ കാണിച്ചു കൂട്ടിയത്, മാപ്പ് പറയണേ മാത്രം താലി തിരുവള്ളെന്ന് പറയാം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സുധി പറഞ്ഞു, വെറുതെ സച്ചി നീ കളിക്കരുത്, ജീവിതം വെച്ചുള്ള കളിയാന്ന് പറയണ. അതേടാ, ജീവിതം വെച്ചുള്ള കളി തന്നെയാന്ന് പറയണേ. ഇപ്പൊ രവീന്ദ്രൻ മോനെ സച്ചി നീ ആ താലി അങ്ങോട്ട് കൊടുക്കാൻ പറയണം. സച്ചി പറഞ്ഞു, ഞാൻ കൊടുക്കില്ല, ഇനി ഇവന് ഇവിടെ നിന്ന് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ താലിയായിട്ട് ഞാൻ ഓടൂന്ന് പറയണം. പെട്ടെന്ന് സുധി അങ്ങോട്ട് എഴുന്നേക്കാൻ തുടങ്ങി. ചന്ദ്രമതി എന്ത് ചെയ്യണം, എടാ എഴുന്നേക്കില്ല, അവിടെ ഇരിക്കാനും പറഞ്ഞ സുധീനെ അങ്ങോട്ട് പിടിച്ചിരുത്തുവാണ്. താലി കെട്ടായിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ താലി കെട്ടി ചടങ്ങ് കഴിയാതെ എഴുന്നേക്കല്ലെന്നങ്ങാണ്ടാണ് പറയണേ. അപ്പൊ അതുകൊണ്ടാണ് ചന്ദ്രമതി അങ്ങനെ ചെയ്തേ. ഈ സമയത്ത് ഇത്ര സമയം രേവതി ഉണ്ടായിരിക്കുമായിരുന്നു. പെട്ടെന്ന് രേവതി പറഞ്ഞു, എന്ത് പരിപാടി ചെയ്ത് താലി അങ്ങോട്ട് കൊടുക്കാൻ പറയണം. എല്ലാരും എന്താ വിചാരിച്ചുകൊണ്ടിരിക്കണേ, നിങ്ങൾക്കൊരു വിചാരം കാണുമായിരിക്കും, ഈ താലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ദേവിയുടെ മുന്നിൽ വെച്ച് പൂജിച്ചുകൊണ്ട് വെച്ചിരിക്കുന്ന, അത് ഒരു പെണ്ണിന്റെ കഴുത്തിൽ ഒരു വട്ടം കയറുന്ന, അവളുടെ ജീവിതകാലം മുഴുവൻ അത് അവളുടെ കഴുത്തിൽ കിടക്കാനുള്ളതാ. അതിങ്ങനെ വെറുതെ ഇട്ട് കളിക്കാനുള്ളതല്ല, തട്ടിക്കളിക്കാനുള്ള സാധനം അല്ലത്. ഇത് വെറും ഒരു കുട്ടിക്കളി മാത്രമല്ല, ഒരു പെണ്ണിന്റെ ജീവിതമാണ്. ഈ താലിയും പ്രതീക്ഷിച്ച് അവളവിടെ ഇരിക്കുന്ന കണ്ടില്ലേ, കളിക്കാതെ താലി ഇങ്ങോട്ട് കൊടുക്കാൻ പറയാം. രേവതി ഈ വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ രവീന്ദ്രൻ പെട്ടെന്ന് ചന്ദ്രപതിയോട്, കേട്ടോ ചന്ദ്രേ, അവള് പറഞ്ഞു കേട്ടോ, എന്നിട്ടാ നീ പറഞ്ഞ് അവളെ ഈ വിവാഹം മുടക്കാനായിട്ട് ഇറങ്ങിയിരിക്കുവന്ന്. എത്രമാത്രം ഈ വിവാഹം നല്ല രീതിയിൽ നടക്കണോന്ന് അവൾക്കറിയാം, അതുകൊണ്ട് അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞേ. പക്ഷെ അവളുടെ മനസ്സ് മനസ്സിലാക്കാത്ത നീയാന്ന് പറയാണ്. ഈ സമയം കലാപതി മുത്തശ്ശി പറഞ്ഞു, ശരിയായിട്ടുള്ള കാര്യം അവൾ പറഞ്ഞ് കേട്ടില്ലേ, പക്ഷെ എത്രയാണെന്ന് പറഞ്ഞാലും ഇനിയെങ്കിലും നീ അവളുടെ മനസ്സൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ മനസ്സ് ഇങ്ങനെ ആയിപ്പോയല്ലോ. ഇത്ര നല്ലൊരു മരുമകളെ നിനക്ക് ഒരിക്കലും കിട്ടേണ്ടതല്ലായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാന്ന് പറയാണ്, എന്റെ സച്ചിക്ക് നല്ലൊരു ഭാര്യനെ തന്നെ കിട്ടിയിരിക്കണേന്ന് പറയാം. ഇങ്ങനെ എല്ലാം കേട്ട് സച്ചി പറഞ്ഞു, അതെ ഇനിയിപ്പം ഞാനായിട്ടൊന്നും ചെയ്തില്ലെന്ന് വേണ്ട എന്നും പറഞ്ഞ താലിയും കൂടെ തിരികെ വെച്ച് കൊടുക്കുവാണ്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞ സുധിയുടെ മുഖത്തൊക്കെ ഒരു സന്തോഷം വന്നേ. താലിയെ കിട്ടിയില്ലോ. പിന്നീട് പൂജാരിയോട് രവീന്ദ്രൻ, അതെ തിരുമേനി, മുഹൂർത്തം തെറ്റാതെ എത്രയും പെട്ടെന്ന് ചടങ്ങുകളൊക്കെ നടക്കട്ടെ എന്ന് പറയാണ്. ഈ സമയം രേവതിയോട് പറഞ്ഞു, സച്ചി പറഞ്ഞു, അതൊരു കാര്യം ചെയ്യാം, നമ്മൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, നിനക്ക് സ്ഥാനമില്ലാത്തടത്ത് നമ്മൾ എന്തിനാ നിൽക്കുന്നത്, ബാ നമുക്ക് പോയേക്കാന്ന് പറഞ്ഞിട്ട് രേവതിയുടെ കയ്യെ പിടിച്ച് ആ മണ്ഡപത്തിനോട് താഴേക്ക് അങ്ങോട്ട് ഇറങ്ങുവാണ്. അങ്ങോട്ട് ഇറങ്ങി പോകാൻ നേരത്ത് കലാവതി മുത്തശ്ശി പറഞ്ഞു, അല്ല എങ്ങോട്ടാ സച്ചി നീ പോണേന്ന് ചോദിക്കുക. അല്ല അച്ഛമ്മേ, ഞാൻ ഇവിടെ നിന്നിട്ട് വലിയ കാര്യമാണെന്ന് തോന്നില്ല, അതുപോലെ തന്നെ എന്റെ ഭാര്യയും, ഞങ്ങൾ രണ്ടുപേരും വെറുക്കപ്പെട്ടവരല്ലേ, പിന്നെ എന്തിനാ ഇവിടെ നിൽക്കണേന്ന് ചോദിക്കാം. അതൊന്നും പറയരുത് മോനെ, നീയേ ഇവിടെ നിൽക്കേണ്ടവനാ, നീയും രേവതി ഉണ്ടല്ലോ, ഇതിന് മുൻപന്തിയിൽ തന്നെ എല്ലാ കാര്യത്തിനും നിൽക്കണം, അതുകൊണ്ട് ഇങ്ങോട്ട് വാ, കയറിപ്പോയി നിൽക്കാൻ പറയണം. ഇത് കേട്ടതും രേവതിയും ദയനീയമായിട്ട് സച്ചിനെ നോക്കണം. സച്ചി പറഞ്ഞു, എന്നെ എന്തിനാ നോക്കണേ. കലാവതി മുത്തശ്ശി പറഞ്ഞു, കയറി ചെല്ല്, പൂജാരി പറയുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ അതൊക്കെ അനുസരിച്ച് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കാൻ പറയണം. അങ്ങനെ രേവതി പതുക്കെ അങ്ങോട്ട് കയറി പോവുകയാണ് അങ്ങോട്ട്. എന്നിട്ട് അവിടെ പോയി നിൽക്കുകയാണ്. ഈ സമയം കലാവതി മുത്തശ്ശി സച്ചിയോട് പറഞ്ഞു, നീ എന്താ അവിടെ നിൽക്കുന്നേ, നീയും കൂടെ അങ്ങോട്ട് കയറി വരാൻ പറയാണ്. അങ്ങനെ കലാവതി മുത്തശ്ശി പറഞ്ഞനുസരിച്ച് സച്ചിയും കൂടെ അങ്ങോട്ട് കയറി ചെന്ന് നിൽക്കുകയാണ്. പിന്നീട് താലികെട്ട ചടങ്ങായിരുന്നു. അങ്ങനെ താലികെട്ട ചടങ്ങ് കഴിഞ്ഞു. രേവതിയാണ് എല്ലാത്തിടത്തും നേതൃത്വം വഹിച്ചുകൊണ്ട് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തേ. ഇതൊന്നും അങ്ങോട്ട് ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ചന്ദ്രമതി രൂക്ഷമായിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കണേ. ബാമൂറി, നീ ഒന്ന് അടങ്ങി നിൽക്കുക, കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, നീ ഇതിൻ്റെ അകത്ത് കയറി വെറുതെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറയാം. അങ്ങനെ താലികെട്ട് ചടങ്ങ് കഴിഞ്ഞു കഴിഞ്ഞപ്പോ തിരുമേനി പറഞ്ഞു, അതെ ഇനി അടുത്ത ചടങ്ങെന്ന് കൈ പിടിച്ചു കൊടുക്കുന്നതാന്ന് പറയണേ. പെട്ടെന്ന് ശ്രുതിയുടെ മുഖം അങ്ങോട്ട് മാറി. ശ്രുതി പറഞ്ഞു, അല്ല എന്റെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ല, എനിക്ക് അങ്ങനെ ആരും ഇല്ലാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രുതിക്ക് വല്ലാത്ത വിഷമം. പിന്നീട് എന്ത് ചെയ്യുവാണ്, ശ്രുതി നേരെ ശ്രുതിയുടെ കൈ പിടിക്കണം. അവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈ പിടിച്ച് അതിന് ചുറ്റും വലം വെക്കുവാണ്. വലം വെച്ച് കഴിഞ്ഞിട്ട് കലാവതി മുത്തശ്ശി പറഞ്ഞു, ഇനിയിപ്പോ അടുത്ത ചടങ്ങിന് ക്ഷേത്രത്തിന് ചുറ്റും വലം വെച്ചിട്ട് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാൻ എന്ന് പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഇറങ്ങുന്ന സമയത്ത് രേവതിയോട് പൂജാരി പറഞ്ഞു, മോളായതിനു മുമ്പ് ഇവിടെ ഏതൊക്കെ വിവാഹം നടന്നിട്ടാണ് അതിനെല്ലാം മാല കിട്ടി കൊടുത്തോണ്ടിരുന്നേ. മോളുടെ കയ്യിൽ നിന്ന് മാല മേടിക്കാനായിട്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം മോള് നല്ല രാശിയുള്ളതെന്നാ പറയുന്നേ. മോള് കെട്ടിക്കൊടുത്ത മാലയിട്ട് അവിടെ വിവാഹിതരായിട്ടുണ്ടെങ്കിൽ അവരുടെ കുടുംബജീവിതം നല്ല രീതിയിൽ പോകുന്ന പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്.
എന്ന് പറയാം. ഇത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല തിരുമേനി, ഇവിടെ പലർക്കും അതൊന്നും മനസ്സിലായിട്ടില്ലെന്ന് പറയാണ്. ആ ചന്ദ്രമതിയുടെ ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞത്. ഈ സമയം ചന്ദ്രമതി പറഞ്ഞു, അതെ സമയം പോയെന്ന് പറഞ്ഞ് ധൃതി അങ്ങോട്ട് കാണിക്കുകയാണ്. കലാവതി മുത്തശ്ശി പറഞ്ഞു, മോളെ രേവതി അങ്ങോട്ട് നടക്കാൻ പറയാണ്. അങ്ങനെ എല്ലാരും കൂടെ ക്ഷേത്രത്തിന് വലം വെക്കാൻ പോവാ. ഈ സമയത്ത് സച്ചിയും രേവതിയും പതുക്കെ പുറകെ നിൽക്കുകയാണ്. കലാവതി മുത്തശ്ശി പറഞ്ഞു, നീ എന്താടാ പതുക്കെ പമ്മി പമ്മി പുറകെ നിൽക്കുന്നേ, ഇങ്ങോട്ട് കയറി വാ, കയറി വന്ന് ഇവരുടെ ഒപ്പം നിൽക്കാനും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വിളിച്ചങ്ങോട്ട് നിർത്തുവാണ്. അപ്പൊ ശ്രുതിയാണെങ്കിൽ അന്നന്തോടെ നടക്കുവാണ്. പതുക്കെ പതുക്കെയാണ് നടക്കണേ. സച്ചി എങ്ങനെ ചെയ്തിട്ട് തട്ടു കൊടുത്തിട്ടുണ്ട്, നീ എന്താണ് ഇങ്ങനെ നടക്കുന്നേ, ഇതേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇന്നെങ്കിലും വീട്ടിലെത്തുമെന്ന് തോന്നില്ല, പെട്ടെന്ന് നടക്ക്, ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ പോകാനുള്ളതല്ലേ, വേറുള്ളവർക്ക് ഇവിടെ വേറെ ജോലി ഉണ്ടെന്ന് പറയാണ്. അങ്ങനെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ശ്രുതിക്കയുടെ പ്രസാദമൊക്കെ കൊടുക്കുവാണ് തിരുമേനി. കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ രേവതിനെ വിളിച്ച് രേവതിക്കും പ്രസാദം കൊടുക്കുക. ഇത് കണ്ടതും ചന്ദ്രമതിക്ക് അങ്ങോട്ട് സഹിച്ചില്ല. ചന്ദ്രമതി ചോദിച്ചു, അല്ല തിരുമേനി ഇതെന്തിനാ രേവതിക്ക് പ്രസാദം കൊടുക്കണേ, കല്യാണം കഴിഞ്ഞ് ഇവരുടെ അല്ലേ? ഓ അതാണ് പ്രശ്നം. രേവതി മോൾക്ക് പ്രസാദം മാത്രമല്ല, ഇവിടെ പാൽപായസവും കാര്യങ്ങളെല്ലാം ഇരിക്കുന്നുണ്ട്. ഈ രേവതി മോൾ ഇവിടെ വന്നേ 5 വയസ്സുള്ളപ്പോൾ മുതൽ അവളുടെ അമ്മയുടെ കൂടെ വരുന്ന, പിന്നീട് ഈ ക്ഷേത്രത്തിലെ ഓരോ കാര്യങ്ങൾ നോക്കാനായിട്ടും എല്ലാത്തിനായിട്ടും മുൻപന്തി തിന്ന് നിൽക്കും. ഇവിടെ ഏത് വിവാഹം നടന്നാലും അവർക്കെല്ലാം മാല കെട്ടി കൊടുക്കുന്ന രേവതി മോളാ. അത് മാത്രമല്ല, മാല കെട്ടി ഇനിയിപ്പോ ഒത്തിരി പാവങ്ങളാണെങ്കിൽ അവരുടെ പൈസ പോലും വാങ്ങാറില്ല. അത്രയ്ക്ക് നല്ല മനസ്സുള്ള കുട്ടിയെ രേവതി. അപ്പൊ അവൾക്ക് ഒരു നല്ല ജീവിതം കിട്ടാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ദേവിയുടെ കുട്ടി തന്നെയാണ് ഇവളെന്ന് പറയാം. ചന്ദ്രമതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. രവീന്ദ്രൻ പറഞ്ഞു, കേട്ടല്ലോ സച്ചി, നിന്റെ ഭാര്യനെ കുറിച്ച് പറഞ്ഞു കേട്ടല്ലോ. ഇതവൻ തിരുമേനി പറഞ്ഞു, കുറെ പണം ഉണ്ടായിട്ട് കാര്യമില്ല, മനുഷ്യന്റെ മനസ്സാ നന്നാവണ്ടേ. അങ്ങനെ നല്ലൊരു മനസ്സുള്ള കുട്ടീനെയാ സച്ചിക്ക് ഭാര്യയായിട്ട് കിട്ടിയേക്കെന്ന് പറയാം. സച്ചി പറഞ്ഞു, ഇനിയിപ്പോ എനിക്ക് വേറൊന്നും വേണ്ട, ഇത്ര നല്ലൊരു ഭാര്യയെ കിട്ടിയില്ലേ, ഇവിടെ ചിലരൊക്കെ അത് കണ്ടുപഠിക്കണമെന്ന് പറയാം. ചന്ദ്രമതി ഉദ്ദേശിച്ച് തന്നെയാ പറഞ്ഞേ. ചന്ദ്രമതിക്ക് ഇതും കേട്ടാണെങ്കിൽ സഹിച്ചില്ല. ചന്ദ്രമതി പറഞ്ഞു, എന്റെ കാല് കട്ട കഴിക്കുന്നുണ്ട്, നമുക്ക് പോകാന്ന് പറയാണ് ഫുഡ് കഴിക്കാനായിട്ട്. രവീന്ദ്രൻ പറഞ്ഞ, ഇനിയിപ്പം നിന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കാലുകെട്ടഴപ്പ് കൂടുമെന്ന് ഞങ്ങൾക്കറിയാം, നന്നായിട്ട് കൂടും, കാരണം നിനക്ക് ഒന്നും സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ എന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന നവീന് ഹോസ്പിറ്റലിൽ കിടക്കുവാണ്. അപ്പൊ ഡോക്ടർ വന്ന് പരിശോധിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ട് പോലീസുകാർ വരുന്നത്. പോലീസുകാർ വന്നിട്ട്, അല്ല ഇയാൾ ആരാ, എന്താന്ന് വല്ല വിവരം കിട്ടിയോന്ന് ചോദിക്കുക. ഇല്ല സാറേ, ഇതുവരെയായിട്ടൊരു വിവരമൊന്നും കിട്ടിയിട്ടില്ല. അല്ല ID കാർഡോ മറ്റോ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേങ്കില് ഇയാൾക്ക് ആക്സിഡന്റ് ഉണ്ടായതാന്ന് പറയാണ്. ഇതേട്ടപ്പം പോലീസുകാരനോട് ചോദിച്ചു, അല്ല ഇയാൾക്ക് ആക്സിഡന്റ് ഉണ്ടായത് എവിടെ വെച്ചാൽ മറ്റോ അങ്ങനെ പറ്റോ അറിയാമെന്ന് ചോദിക്കണം. ആ കൃഷ്ണനഗറിൽ എങ്ങാണ്ട് വെച്ചാന്നാ പറയണേ. അപ്പൊ അവിടുത്തെ ഒരു CCTV ദൃശ്യം കിട്ടിയിട്ടുണ്ട് സാറെന്ന് പറയണം. അല്ല ആക്സിഡന്റ് ഉണ്ടാകാൻ കാരണം, അല്ല ഒരുത്തരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന കണ്ടായിരുന്നു, അവൻ ഇവനായിട്ട് പിടിച്ച് തല്ലുന്നതൊക്കെ കണ്ടായിരുന്നു. തല്ലിയിട്ട് ഇയാൾ ഓടിയതാ. ഓടിക്കഴിഞ്ഞിട്ട് പിന്നെ അശ്രദ്ധമായിട്ട് റോഡ് ക്രോസ് ചെയ്യുന്നതിനിടയ്ക്ക് വണ്ടി ആക്സിഡന്റ് ഉണ്ടായതാന്ന് പറയാം. ഓഹോ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ. അല്ല അത് ആരുടെ വണ്ടിയാ വന്നേ, അത് വല്ല അറിയാവോ? ആ അടിച്ചവൻ ആരാന്ന് വല്ല അറിയാമെന്ന് ചോദിക്കണേ. അവൻ ആരാന്ന് അറിയത്തില്ല, പക്ഷെ എങ്കില് അവൻ ഓടിച്ചോണ്ട് വന്ന കാറ് കണ്ടിട്ടുണ്ടായിരുന്നു. ആ കാറല്ലേ ഇയാൾ കയറിയത്. ആ കാറിന്റെ നമ്പർ നോട്ട് ചെയ്ത് കഴിഞ്ഞപ്പം അതൊരു ഫിനാൻസ് കമ്പനിയുടെ CC എടുത്ത വണ്ടിയായിരുന്നു. അപ്പൊ ആ കാറിന്റെ ഉടമസ്ഥനെ ഞങ്ങൾ പോയി കണ്ടു കഴിഞ്ഞപ്പോ അയാള് ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്. സച്ചിന്ന് അവന്റെ പേരെന്ന് പറയാണ്. അവനാണ് കാർ ഓടിച്ചതെന്ന് പറയുന്നത്. ഓഹോ, അന്ന് എത്രയും പെട്ടെന്ന് അവനെ തപ്പി കണ്ടെത്തണം, പിന്നീട് വേണം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാന്ന് പറയാം. പിന്നെ ഡോക്ടറോട് ചോദിച്ചു, അല്ല ഇയാൾക്ക് ബോധം വരാൻ എത്ര സമയം പിടിക്കും? ഒരു 10-12 മണിക്കൂറെങ്കിലും പിടിക്കുമെന്ന് പറയണം. ഓക്കെ ശരി, അത് ഞങ്ങൾ പിന്നീട് വരാമെന്ന് പറഞ്ഞ് അവരും കൂടെ പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഞാൻ ഉച്ചയ്ക്ക് വരാട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ മറ്റൊരു കാര്യം, നല്ല പട്ടിന് നല്ല കുരയുണ്ട് കേട്ടോ. കാരണം ഇവിടെ പണിയാൻ ആളുള്ളതുകൊണ്ട് അവൻ ഇങ്ങനെ നിർത്താതെ കുറച്ചുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.